ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള റൗണ്ട് ഷേപ്പുകൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ കാർഡ്ബോർഡ് എടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് പിസ്ത ഷെല്ലാണ് എടുത്തിരിക്കുന്നത്. പിസ്ത ഷെല്ല് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ആദ്യം സെൻറ്റർ പീസിൽ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സെൻറ്റർ പീസ് രണ്ടെണ്ണം എടുത്തിട്ട് കൂട്ടി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ ചുറ്റും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. റൗണ്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുത്തു. അതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് റൗണ്ടായിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. തുറന്നിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞത് ഇത്രയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗങ്ങളും നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് കറക്റ്റ് ഭംഗിയായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് മാറ്റണം. കാർഡ്ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഫുള്ളായിട്ട് കാർഡ്ബോർഡ് കവർ ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് എവിടേക്കാണ് കാർഡ്ബോർഡ് കാണുന്നത് അവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഒരു ലെയറായിട്ട് ഒട്ടിക്കണം. ഒരു റൗണ്ട് ഒട്ടിച്ചിട്ട് വേണം അടുത്ത റൗണ്ട് ഒട്ടിക്കാൻ. അല്ലാതെ കൂട്ടി ഒട്ടിച്ചാലും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് ഇതിനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുമ്പോൾ ഈ സൈഡ് കുറച്ചുകൂടി ഒന്നും ഭംഗി കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തും കൂടെ വീണ്ടും നമ്മൾ കുറച്ച് പിസ്താ ഷെൽസൊക്കെ ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. ഒന്ന് ഇതേപോലെ ചെയ്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ദിവാലി നവരാത്രിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കാൻഡിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ദിവാലി ഡെക്കോർ അല്ലെങ്കിൽ നവരാത്രി ഡെക്കോറായിട്ട് ഇത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാൾ ഡെക്കോറായിട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്പ്രേ പെയിൻറ്റോ അതല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലുമൊക്കെ പെയിൻറ്റ് നമ്മളുടെ കളറിനനുസരിച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വോളിൽ ഇതിനെ സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇതിൽ വോളിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് പല വലുപ്പത്തിലുള്ള ഇതുകൾ സെറ്റ് ചെയ്തു. പിന്നെ ഒരു ത്രെഡുമ്പോൾ നമ്മൾ ഒട്ടിച്ച് ഒരു ലീഫ് പോലും കൂടി സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി വോൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ.